രഘുവിന്റെ കൂടെ നിന്നിട്ട് രഘു നമ്മളെ എതിർത്താലേ നമുക്കും സ്വാഭാവികമായിട്ടും രഘുവിനെ എതിർത്ത് സംസാരിക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാ ഞാനും ഹരിയും നിത്യമൊക്കെ ഈ നാട്ടിൽ നിന്നും വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം ആലോചിക്കുന്നേ. ഇവിടെ ഉള്ളതൊക്കെ എന്തായാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ നടപടികൾ പൂർത്തിയാക്കി കമ്പനി ഏറ്റെടുക്കണം. അതവർ ചെയ്തോട്ടെ. പാവം ഭാർഗവൻ സാറിന്റെ ഭൂമി നഷ്ടപ്പെട്ടു. അത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം. എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഞാൻ ആ വസ്തു തിരിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യും. ഹരി, നമ്മളിവിടെ നിന്ന് പോവാന്ന് വെച്ചാ എന്നേക്കുമായി പോകുന്നു. ആന്റിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഇവിടെ ഉണ്ട്, മക്കളും ഉണ്ട്. പതുക്കെ പതുക്കെ എല്ലാവരോടും പൊരുത്തപ്പെടാൻ ആന്റിക്ക് പറ്റും. അല്ല സുജാതെ, ഇക്കാര്യത്തില് സുജാതയുടെ അഭിപ്രായം എന്തുവാ? നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. അമ്മേ, രഘുവേട്ടൻ അവന്റെ ഓഫീസിൽ ജോലിക്ക് കയറിയെന്ന് പറഞ്ഞപ്പോ എന്റെ തലയിൽ ഒരു ഇടി വെട്ടിയതുപോലെയായിരുന്നു. ഇനിയിപ്പോ അതിനു മേലെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, നിങ്ങൾ വയ്ക്കൂ. രക്ഷപ്പെടുന്നവരൊക്കെ രക്ഷപ്പെട്ടു. മോനെ, നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? മകനും ഭർത്താവും ഒക്കെ പണത്തിന് പിന്നാലെ പോയാ അതില് ഞാൻ ആശ്വാസം കണ്ടെത്തുമെന്നോ? അതിൽ ഞാൻ സന്തോഷിക്കുമെന്നോ? പകരം എനിക്കൊരു വാക്ക് പറയായിരുന്നില്ലേ? എപ്പോഴും പറയാറുള്ളത് പോലെ ആന്റിയുടെ കൂടെ ഞങ്ങളുണ്ടെന്ന്, നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമെന്ന്. അതല്ലേ തോറ്റു നിൽക്കുന്ന എന്നോടുള്ള മറുപടി? ഞാൻ എന്റെ ഭർത്താവിനെ പിരിഞ്ഞു നിന്നിട്ടുണ്ട്. മകനെ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ആർക്കു വേണ്ടിയാ? ഇവളെ സംരക്ഷിക്കാൻ, ഇവളെ സ്നേഹിക്കാൻ. എന്നിട്ട് പൊയ്ക്കോ. പക്ഷെ പിന്നീട് ഒരിക്കലും തിരിച്ചു വരരുത്. അഥവാ എന്തെങ്കിലും വന്നാൽ ഞാൻ അവസാനിച്ചു എന്ന വാർത്തയായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. സുജാതെ, ഒടുങ്ങുകയാണെങ്കിൽ ഒരുമിച്ച് ഒടുങ്ങട്ടെ രാമകൃഷ്ണേട്ട. തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ സുജാത നിൽക്കില്ല. അവൻ എത്ര സൗകര്യങ്ങൾ വെച്ച് നീട്ടിയാലും ജീവൻ നമ്മുടെ ശത്രുവാണെങ്കിൽ അവന്റെ കൂടെ പോയ രഘുവേട്ടനും നമ്മുടെ ശത്രുവാണ്. അവരെ ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എനിക്ക് അത്ര ഈ കാര്യത്തിൽ പറയാനുള്ളൂ. എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങൾ പോയാ അതെന്റെ അവസാനമാ. അത് അച്ഛനാണെന്ന് തോന്നുമേ. പൊയ്ക്കോളൂ. നോക്ക്, ഒരാളും ആവശ്യമില്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ജീവൻ
എന്റെ മകനാണ്. ഈ കമ്പനി പേരിലെ JR എന്താണെന്ന് നോക്ക്. ജീവൻ രഘു. അവന്റെ കമ്പനിക്ക് ഒരു പേര് തീരുമാനിച്ചപ്പോ പോലും അവൻ എന്നെ മറന്നില്ല. ഞാനെന്തിനാ ആ സ്നേഹം വേണ്ടെന്ന് വെക്കുന്നത്? എന്റെ മകൻ എന്റെ രക്തമാണ്. ഞാൻ അവനെ സ്വീകരിച്ച ഒരാൾക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനി മേലിൽ ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ഉണ്ടാവാനും പാടില്ല, കേട്ടല്ലോ? ഗംഭീരമായിട്ടുണ്ട് രഘുവേട്ടൻ. രഘുവേട്ടൻ എങ്ങനെയാ ഇത്രയും ഷാർപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതും സ്വന്തം കുടുംബം നശിച്ച് ഇല്ലാതായി നിൽക്കുമ്പോ. പക്ഷെ ഇപ്പൊ ഈ സംസാരിച്ചത് രഘുവേട്ടന്റെ മനസ്സിലെ ആർത്തി പിടിച്ച മനുഷ്യന്. ആ രഘുവേട്ടന് ചുറ്റും നിൽക്കുന്ന ഞങ്ങളെ ആരെയും മനസ്സിലാവില്ല. എനിക്ക് ആരെയും മനസ്സിലാക്കണ്ട. ഞാനേ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. അമ്മേ, ആകാശം ഇടിഞ്ഞ് തലയിലേക്ക് വീഴും പോലെ തോന്നാ മോളെ. അമ്മയുടെ പ്രതീക്ഷകളൊക്കെ അച്ഛൻ തകർത്തു കളഞ്ഞു. അച്ഛൻ വലിയവനാ, അങ്ങനെയാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മളെ ചതിക്കുന്ന കാര്യത്തിലും രഘുവേട്ടൻ വലിയവൻ തന്നെ.